ആറളം ഫാം സ്കൂളിൽ അധ്യാപകരുടെ തസ്തിക സൃഷ്ടിച്ച് സ്ഥിരം അധ്യാപകരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആറളം ഫാം സ്കൂളിൽ പരീക്ഷാകാലത്തെങ്കിലും അധ്യാപകരുടെ തസ്തിക സൃഷ്ടിച്ച് സ്ഥിരം അധ്യാപകരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 2019 ആറളം ഫാം ഹൈസ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് ഹയർ സെക്കൻഡറി വിഭാഗം ബാച്ചുകൾ അനുവദിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. +1 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നീ ഗ്രൂപ്പുകളാണ് ഇവിടെ അനുവദിച്ച് നൽകിയത്. പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ എന്ന നിലയിലാണ് പ്രത്യേക ഉത്തരവിലൂടെ സ്കൂൾ ഹയർ സെക്കൻഡറി നിലവാരത്തിലേക്ക് ഉയർത്തിയത്. എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചെങ്കിലും അധ്യാപകരുടെ തസ്തിക സൃഷ്ടിക്കാൻ തയ്യാറായിരുന്നില്ല. താൽക്കാലിക അധ്യാപകരെ നിയമിച്ചുകൊണ്ടാണ് ഹയർ സെക്കൻഡറിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. അധ്യാപകരുടെയും പ്രിൻസിപ്പാളിന്റെയും തസ്തിക സൃഷ്ടിക്കണമെന്ന് PTAയും ജനപ്രതിനിധികളും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2020 PTAയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് പ്രിൻസിപ്പാളിന്റെ തസ്തിക സൃഷ്ടിച്ചു. എന്നാൽ അധ്യാപകരുടെ തസ്തിക സൃഷ്ടിക്കാൻ ആരും തയ്യാറായില്ല. പരീക്ഷാകാലത്ത് അടുത്തുള്ള സ്കൂളുകളിലെ അധ്യാപകരുടെ സേവനം താൽക്കാലികമായി ലഭ്യമാക്കുകയാണ് നിലവിൽ ചെയ്തു വരുന്നത്. വീണ്ടും ഒരു പരീക്ഷാകാലം കൂടി എത്താറായി. ഈ അവസരത്തിലെങ്കിലും അധ്യാപക തസ്തിക സൃഷ്ടിച്ച് സ്ഥിരം അധ്യാപകരെ നിയമിക്കണമെന്ന് ആവശ്യം ഏറിവരികയാണ്. സ്ഥിരം അധ്യാപകർ ഉണ്ടെങ്കിൽ കുട്ടികളുടെ പഠന നിലവാരം കുറെ കൂടി മെച്ചപ്പെടുത്തി മികച്ച വിജയം സ്കൂളിന് കരസ്ഥമാക്കാൻ സാധിക്കും. ഇംഗ്ലീഷ് വിഭാഗത്തിലും കൊമേഴ്സ് വിഭാഗത്തിലും 2-3 അധ്യാപകരുടെ തസ്തികയെങ്കിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ഏറെ ഉപകാരപ്രദമാകുമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നു. നവംബർ 23 ആറളം ഫാമിലെത്തുന്ന പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളുവിന് മുൻപാകെ നിവേദനം നൽകാൻ കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ PSC റാങ്ക് ലിസ്റ്റ് ചിലതെങ്കിലും അവസാനിക്കാനായിട്ടുണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ തസ്തിക സൃഷ്ടിക്കപ്പെട്ടാൽ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സഹായകരമാകും. ഇതിനായി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി മുൻകൈ എടുക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. 2019 ആരംഭിച്ചതാണ് ആറളം ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം. എന്നാൽ ഒരു പ്രിൻസിപ്പാളിൻ്റെ തസ്തികയല്ലാതെ അധ്യാപകരുടെ തസ്തിക സൃഷ്ടിക്കാൻ ഇവിടെ ഇതുവരെ സാധിച്ചിട്ടില്ല. നിരവധിയായ നിവേദനങ്ങളും അപേക്ഷകളും ഗവൺമെൻറ് നൽകിയെങ്കിലും അധ്യാപക തസ്തിക ഇതുവരെയായി സൃഷ്ടിക്കാത്തത് ഇവിടുത്തെ വിദ്യാർത്ഥികളെയും മറ്റ് ആളുകളെയും ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പരീക്ഷകൾ അടുക്കുകയാണ്. പരീക്ഷകൾ അടുക്കുമ്പോഴെങ്കിലും 1-2 തസ്തികകളെങ്കിലും സൃഷ്ടിച്ച് സ്ഥിരം അധ്യാപകരെ നിയമിക്കണമെന്നാണ് പൊതുസമൂഹം സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. 23 പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു ആറളം ഫാം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. മന്ത്രി OR കേളു ഇവിടെ വരുമ്പോൾ ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ അവശതകളും അതോടൊപ്പം തന്നെ പോരായ്മകളും പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുക തന്നെ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഒരു ഇംഗ്ലീഷ് അധ്യാപകനെയും ഒരു കൊമേഴ്സ് അധ്യാപകനെയും ഇവിടെ സ്ഥിരമായി നിയമിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരോട് ആവശ്യപ്പെടാനുള്ളത്. ആറളം ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ്. ഇമ്മാനുവൽ സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നേടാം 1 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 10 ഭാഗ്യശാലികൾക്ക് നേടാം 10 ഡയമണ്ട് നെക്ലസുകൾ. വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ. 1 ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ്. 75,000 രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ. 50,000 രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം LED TV. 25,000 രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ. കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ. 3 ക്രോപ്പ് ടോപ്പ് 399 രൂപ മാത്രം. 3 ബോയ്സ് ടീഷർട്ട് 299 രൂപ. 3 ഗേൾസ് ടീഷർട്ട് 299 രൂപ. 3 ലേഡീസ് കുർത്തീസ് 599 രൂപ. 3 ബ്ലാങ്കറ്റ് 299 രൂപ. 3 ഫാമിലി ബെഡ്ഷീറ്റ് 499 രൂപ. ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും. ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, നിയർ സിറ്റി സെന്റർ, മെയിൻ റോഡ്, ഇരിട്ടി. ഓൾസോ ആറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ ആൻഡ് മേലെ പട്ടാമ്പി.